ज्ञानतिमिरन्दस्य ज्ञानाज्ञानशलाकय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणी निर्विशेषशून्यवादी पाश्चात्य देशधारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम രാമ ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങളെയും ഇന്നത്തെ ശ്രീ ചൈതന്യ തിരുനാമൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് കീർത്തനയ്ക്ക് നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 8 ശ്ലോകം 67 ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 जय गौर हरि बोल नित्य गौर हरि बोल जय गौर. ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളെ പ്രണമിക്കുന്നു. ചൈതന്യ ചരിതാമൃതം ആദ്യ രീതി അധ്യായം 8 ശ്ലോകം 67 ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു. ശ്ലോകം 67 യാദവാചാര്യ ഗോസായി ശ്രീരൂപേര സംഗി ചൈതന്യ ചരിതേ तेन्हो आदि बंदरंगी यादवाचार्य गोसाई रूपेर संगी चैतन्य चरिते तेन्हो आदि बढ़रंगी വർത്തനം. ശ്രീ രൂപ ഗോസ്വാമി സന്തത സഹചാരിയായിരുന്ന ശ്രീ യാദവാചാര്യ സ്വാമി ഗോസ്വാമിയും ശ്രീ ചൈതന്യ ലീലകൾ കീർത്തനം ചെയ്യുന്നതിലും ശ്രവിക്കുന്നതിലും അത്യുത്സാഹരായി. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 68 പണ്ഡിത ഗോസായി ശിഷ്യ ഭൂഗർഭ ഗോസായി ഗൗരകഥ വിന അരമുഖെ അന്യനായി പണ്ഡിത ഗോസായി ശിഷ്യ ഭൂഗർഭ ഗോസായി ഗൗരകഥ വിന അരമുഖെ അന്യനായി
പണ്ഡിത ഗോസ്വാമിയുടെ ശിഷ്യനായിരുന്ന ഭൂഗർഭ ഗോസ്വാമിയും മറ്റൊന്നും തന്നെ അറിയാതെ ഗൗരകഥകളിൽ മുഴുകി. 69. താൻ്റെ ശിഷ്യ ഗോവിന്ദ പൂജക ചൈതന്യദാസ മുകുന്ദാനന്ദ ചക്രവർത്തി പ്രേമ കൃഷ്ണദാസ. താൻ്റെ ശിഷ്യ ഗോവിന്ദ പൂജക ചൈതന്യദാസ മുകുന്ദാനന്ദ ചക്രവർത്തി പ്രേമ കൃഷ്ണദാസ. ഗോവിന്ദമൂർത്തിയുടെയും പൂജാരിയായിരുന്ന ചൈതന്യദാസനും മുകുന്ദാനന്ദ ചക്രവർത്തിയും മഹാഭക്തനായ കൃഷ്ണദാസനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടിരുന്നു. ഇതെല്ലാം ആചാര്യ പരമ്പരയെ പറ്റിയാണ് പറയുന്നത്. അതിൽ പെട്ടിട്ടുള്ള ഭക്തന്മാരുടെ മഹത് ഭക്തന്മാരുടെ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഇതിലൊന്നും ഭാവാർത്ഥമില്ല. 70. ആചാര്യ ഗോസായിര ശിഷ്യ ചക്രവർത്തി ശിവാനന്ദ നിരവധി തന്റെ ചിത്ത ചൈതന്യ നിത്യാനന്ദ. ആചാര്യ ഗോസായിര ശിഷ്യ ചക്രവർത്തി ശിവാനന്ദ നിരവധി തന്റെ ചിത്ത ചൈതന്യ നിത്യാനന്ദ. അനന്താചാര്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ശിവാനന്ദ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ശ്രീ ചൈതന്യം നിത്യാനന്ദനും സദാ വസിച്ചു. 71. ആരായത വൃന്ദാവനെ ഭക്തഗണ ശേഷലീല സുനിധി സബരഹൈലമാന. ആരായത വൃന്ദാവനെ ഭക്തഗണ ശേഷലീല സുനിധി സബരഹൈലമാന. ചൈതന്യ മഹാപ്രഭുവിന്റെ അന്ത്യലീലകൾ ചെയ്യിക്കാൻ ആഗ്രഹിച്ച മറ്റനേകം ഭക്തന്മാരും വൃന്ദാവനത്തിൽ ഉണ്ടായി. 72. മോരെ ആജ്ഞാകാരി ലസബെ കരുണ കരിയ തൻസബര ബോലെ ലിഖിനയ. മോരെ ആജ്ഞാകാരി ലസബെ കരുണ കരിയ തൻസബര ബോലെ ലിഖിനഹയ്യ. വർത്തനം. ഈ ഭക്തന്മാരെല്ലാം അവരുടെ കാരുണ്യത്താൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അന്ത്യലീല എഴുതാൻ എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ ലജ്ഞാരഹിതനാണെങ്കിലും അവർ ആജ്ഞാപിച്ചതിലാണ് ചൈതന്യ ചരിതാമൃതം എഴുതാൻ ഉദ്യമിച്ചത്. ഇതിൽ ഭാവാർത്ഥമുണ്ട്. ഇതിൽ ഭാവാർത്ഥത്തില് പ്രഭുപാദ് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനെ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് എഴുതുന്നത് ഒരു സാധാരണ ഉദ്യമമല്ല. ഉന്നത അധികാരികളാൽ അഥവാ ഉന്നതരായ ഭക്തന്മാരാൽ നിയോഗിക്കപ്പെടാതെ ഒരുവന് അതീന്ദ്രിയ സാഹിത്യം ധരിക്കാനാവും. കാരണം അത്തരം സാഹിത്യങ്ങൾ എല്ലാം സംശയാതീതമായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബദ്ധാത്മാക്കളുടെ ന്യൂനതകൾ, തെറ്റുകൾ, മിഥ്യാബോധം, ചതി, അപൂർണമായ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകരുത്. കൃഷ്ണന്റെ ആജ്ഞകൾ വഹിക്കുന്ന ഗുരു ശിഷ്യ പരമ്പരയുടെയും വാക്കുകൾ ആധാരികങ്ങളാണ്. അതീന്ദ്രിയ സാഹിത്യ രചനയ്ക്ക് നിയോഗിക്കപ്പെടുക എന്നത് ഒരു എഴുത്തുകാരന് അത്യന്തം അഭിമാനമാകുന്ന പ്രത്യേക ആനുകൂല്യമാണ്. അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയെ പോലുള്ള വിനീതനായ ഒരു വൈഷ്ണവന് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ വർണ്ണിക്കേണ്ടത് താനാണല്ലോ എന്ന ചിന്തയാൽ അത്യന്തം ലജ്ഞവും. അപ്പൊ ഇതില് പറയുന്നത്, അതായത് കൃഷ്ണ കവിരാജ ഗോസ്വാമി, അതാണ് ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ചൈതന്യ ചരിതാമൃതം എഴുതിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അതായത് നമ്മൾ പറയത്തില്ലേ, സഹഭക്തന്മാരിൽ തന്നെ അവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരായിരുന്നു. അത് ആ വിവരമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ അങ്ങനെ ഈ മഹാഭക്തന്മാരെല്ലാം ഒരുമിച്ച് ഈ കൃഷ്ണ കവിരാജ ഗോസ്വാമിയോട് അഭ്യർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതാൻ ഒരുങ്ങിയതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള വിവരണം എന്ന് പറഞ്ഞ് ഈ ഭക്തരുടെ അവരെല്ലാം ഇവർ ചൈതന്യ ചരിതാമൃതത്തിന്റെ പരമഭക്തരായിരുന്നു. അതാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് ഈ കൃഷ്ണ കവിരാജ ഗോസ്വാമിയോട് അഭ്യർത്ഥിച്ച് അങ്ങ് ഈ ചൈതന്യ ചരിതാമൃതം എഴുതണമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ പറഞ്ഞില്ല. അദ്ദേഹം ഞാൻ കാരണം ഇത് എന്താണ് ലജ്ഞാരഹിതനാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ലജ്ഞ തോന്നി. കാരണം ഇത്രയും മഹാഭക്തന്മാർ ഒരുമിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന്
ലജ്ഞാരഹിതനാണെങ്കിലും അവസാനം ഇത് ഈ ഉദ്യമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ലജ്ഞ തോന്നി പറഞ്ഞതിന്റെ കാരണം. അതിന്റെ കാരണം ഇങ്ങനെ കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം എഴുതി. വ്യാസദേവൻ അല്ലേ, നമുക്കറിയാം. വ്യാസദേവൻ എന്ന് പറഞ്ഞാൽ ഇത് ഭാഗവതം നാമന പുരാണ ബ്രഹ്മസംഹിത. ഈ ഭാഗവതം എന്ന പുരാണ ബ്രഹ്മസംഹിതം, അത് പുരാണ ബ്രഹ്മസംഹിതമാണ്. ഭഗവാൻ ഋഷി ചാകര, സാക്ഷാൽ ഭഗവാൻ ഋഷി വ്യാസദേവനാണ് ഇത് എഴുതിയത്. ഇതിനാണ് നിശ്രേയസ്യ ലോകസ്യ, ഈ ലോകത്തിന്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഭാഗവതം എന്ന പേരായിട്ടുള്ള ഈ ബ്രഹ്മപുരാണം എഴുതിയത്. പുരാണ ബ്രഹ്മസംഹിതം ഇത് നിറയെ ഉത്തമ ശ്ലോക ചരിതമാണ്. ഭഗവാന്റെയും ഭഗവാന്റെ പരമഭക്തരുടെയും കഥകളാണ് ശ്രീമദ് ഭാഗവതം. അത് എഴുതിയതാരാണ്? ഭഗവാൻ ഋഷി ചാകര, അതായത് ഭഗവാന്റെ തന്നെ സാഹിത്യ അവതാരമായിട്ടുള്ള സാക്ഷാൽ വ്യാസദേവനാണ് ഇത് എഴുതിയത്. അത് എന്തിനാണ് എഴുതിയത്? നിശ്രേയസ്യ ലോകസ്യ, ഈ ഭൗതിക ലോകത്തിലുള്ള അല്ലെ ഭൗതിക ലോകത്തിന്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും വേണ്ടി. ഷഷ്ടി അയനം മഹത്. ഇപ്പൊ ശ്രീമദ് അങ്ങനെയുള്ള ഈ ഭാഗവതം വായിക്കുന്നത് കൊണ്ട് എന്താണ്? ഷഷ്ടി അയനം മഹത്, ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും അതുപോലെ തന്നെ എന്താണ് ജ്ഞാനവും ഷഷ്ടി അയനം മഹത്, അവസാനം ജീവിതത്തിന്റെ പരിപൂർണതയും സാധ്യമാകും. ഭാഗവതം, ഈ ഭാഗവതം ബ്രഹ്മപുരാണം നമ്മളത് വായിച്ച് മനസ്സിലാക്കിയാൽ, ഒരു ഗുരുവിന്റെ സഹായത്തിൽ അത് വായിച്ച് മനസ്സിലാക്കിയാൽ എന്താണ്? നിശ്രേയസ്യ ലോകസ്യ ഷഷ്ടി അയനം മഹത്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഭഗവത് ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവത് പ്രണീതമാണ്. എല്ലാ ശാസ്ത്രങ്ങളും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ശാസ്ത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അത് മറ്റുള്ള ഭക്തന്മാർ കൂടിയായാലും ശരി ഒക്കെ അതെന്താ സാക്ഷാൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രവൃത്തികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലീലകളുമാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. നമ്മൾ ഭാഗവതം പോലെ തന്നെ ഭഗവാന്റെ ചെറുപ്പം മുതലുള്ള ആക്ടിവിറ്റീസ് അതാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഭാഗവതം പോലെ തന്നെയാണ് ചൈതന്യ ചരിതാമൃതം. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ കലിയുഗ അവതാരമായിട്ടുള്ള സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അത്ഭുത ലീലകളുടെ വിവരണമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് രചിക്കാനുള്ള കാരണത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ, അതാണ് ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞ. ഇപ്പൊ ഇതാണ് അതിന്റെ ബേസ്. അത് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്രഹ്മസംഹിതം, ഇങ്ങനെയുള്ള പരമദിഗോത്തമ പുരുഷന്റെ ചേഷ്ടികൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മളത് എഴുതണമെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അതിന് ഭക്തന്മാരുടെ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്ത് പറയുന്നത്. അതാര്? കവിരാജ് തന്നെ പറയുകയാണ്. എന്റെ ഗ്രന്ഥകർത്താവ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം പറയുകയാണിത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ഭഗവത് കാര്യങ്ങൾ സേവനം ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് കാണുന്നത്. ഗുരുക്കന്മാരുടെയും അതാണ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഇതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഭഗവാനെ പറ്റി എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ല എഴുതേണ്ടത്. അത് മെന്റൽ സ്പെക്കുലേഷൻ ആകും. ആചാര്യ പരമ്പരയുടെ ഭഗവാന്റെയും കാരുണ്യത്തിൽ എഴുതുമ്പോഴാണ് അത് ബ്രഹ്മസംഹിതമാകുന്നത്. അന്നേരമാണ് അത് വായിക്കുന്നവർക്കും അത് എഴുതുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ആ ബ്രഹ്മഭൂതി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അത് ഇന്ദ്രിയ അനുഭൂതി അനുഭവപ്പെടുന്ന ആ രീതിയിലാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഉന്നത അധികാരികളാണ് ഭഗവാന്റെ പ്രതിനിധികളാണ് ഉന്നതാധികാരികൾ. നമുക്കറിയാം മഹാജനങ്ങൾ 12 ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവരൊക്കെ ഉന്നത അധികാരികളാണ്. ഇത് ഓരോരുത്തരുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, കാരണം വ്യാസദേവന് പോലും ആരുടെ കാരുണ്യം? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കാരുണ്യം വേണ്ടി വന്നു. അദ്ദേഹം വേദാന്ത സൂത്രം എഴുതി. നിങ്ങൾ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 4ഉം 5ഉം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം എന്ത് ചെയ്തു? അദ്ദേഹം അതിബൃഹത്തായിട്ടുള്ള ബ്രഹ്മസൂത്രം എഴുതി. പക്ഷെ അദ്ദേഹത്തിന് പോലും സന്തോഷം ഉണ്ടായില്ല. എന്താണ്? അത് ആരോടും ചോദിക്കാതെ എഴുതിയത്.
അപ്പൊ അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് 4ഉം 5ഉം ചാപ്റ്റർ. അപ്പൊ നാരദമുനിക്ക് അത് മനസ്സിലായി. എന്താണ് തന്റെ ശിഷ്യന് എന്താണ് എന്തോ കുഴപ്പം പറ്റി. അത് ജ്ഞാനദൃഷ്ടിയാൽ നാരദമുനിക്ക് മനസ്സിലായി. അങ്ങനെ നാരദമുനി വ്യാസദേവന്റെ അടുക്ക വന്ന് അദ്ദേഹത്തിന്റെ തെറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് നിങ്ങൾ 4ഉം 5ഉം അധ്യായം 1-ാമത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നാരദമുനി വന്ന് പറഞ്ഞു എന്താണ്, അദ്ദേഹം വന്നു, അത് ഗുരുവാണ്, അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ തെറ്റെന്താണ്. എന്താണ് തെറ്റ്? നാരദമുനി എന്താ പറഞ്ഞത്? നീ ഇത്രയും ബൃഹത്തായിട്ടുള്ള ബ്രഹ്മസൂത്രം എഴുതി, പക്ഷെ അതിലെ എന്താണ് ഭഗവാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്തില്ല. ഭഗവാനെ പറ്റി ഗ്ലോറിഫൈ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത് എഴുതിയ ആളിന് പോലും സന്തോഷം ഉണ്ടായില്ല. പിന്നെ അത് വായിക്കുന്ന ആൾക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാകും? അപ്പൊ അതാണ് നാരദമുനി പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്റെ കുറ്റങ്ങള്, ഒരു ശിഷ്യന്റെ കുറ്റങ്ങൾ നാരദമുനി പറഞ്ഞു കൊടുത്ത് ആ ഭഗവാന്റെ പരമ്പരയിൽപ്പെട്ട ആ ഗുരുവിന്റെ കാരുണ്യം കിട്ടിയപ്പോൾ അദ്ദേഹം എന്താണ് ശ്രീമദ് ഭാഗവതം എഴുതി. നമ്മളിപ്പം പറഞ്ഞത് ശ്രീമദ് ഭാഗവതം നാംന പുരാണ ബ്രഹ്മ സംഹിത. അതിന് ആ നാരദമുനിയുടെ ഇൻസ്ട്രക്ഷൻ കേട്ട ശേഷം അദ്ദേഹം എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ശ്രീമദ് ഭാഗവതം ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ ഭക്തി, അതീന്ദ്രിയ ഭാവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആദ്യം എഴുതിയ, സ്വന്തം ഇഷ്ടത്തിന് എഴുതിയ ബ്രഹ്മാണ്ഡ ആ സൂത്രവും അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ വ്യത്യാസം അതാണ്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് പറയാം. അപ്പൊ അതുപോലെ പക്ഷെ നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മസംഹിതകൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി നമ്മൾ വിവരിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം എന്ന് ഇവിടെ നമുക്ക് കാട്ടിത്തരിക. അപ്പൊ നാരദമുനിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വ്യാസദേവൻ എഴുതിയപ്പോൾ എന്താണ്, അത് എത്രയോ ആൾക്കാർക്ക് അത് അതില് നാരദമുനി തന്നെ സ്വന്തം കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്, എനിക്കെങ്ങനെയാണ് ഈ കാരുണ്യം കിട്ടിയത്? അതും മറ്റുള്ള ഭക്തരുടെ കാരുണ്യം കൊണ്ടാണ്. അത് നമ്മൾ ഈ ചാതുർമാസ്യത്തിലെ ആ വനത്തിൽ വന്ന ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് നാരദമുനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. അവരുടെ എന്താണ് സത്സംഗം കൊണ്ടാണ്. അപ്പൊ ഇത് ഭഗവത് കാര്യങ്ങൾ വർണ്ണിക്കാനുള്ള അവസരം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭഗവത് സേവനമാണ്. അത് നമ്മളൊരു ഭക്തന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ അത് സാധ്യമാകത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നാരദമുനി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു വ്യാസദേവന്റെ. ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഉയർന്നതിന്റെ കാരണം അന്ന് ആ വേദാന്തികള് ആ വനത്തിൽ 4 മാസം ആ വനത്തിൽ വന്ന് ഭഗവാനെ സേവിക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ പറയുക അതൊക്കെ അവർ കേട്ടതോടുകൂടിയാണ് എനിക്കും എൻ്റെ ഉള്ളിൽ എനിക്കും ഭഗവാനെ അറിയാൻ സാധിച്ചത്. അദ്ദേഹം സ്വന്തം അനുഭവം പറഞ്ഞ് വിവരിച്ചു കൊടുക്കുകയാണ് വ്യാസദേവൻ. അപ്പൊ നാരദമുനിക്ക് പോലും ഒരു ഭക്തസംഘത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം തന്റെ കഥകൾ വിവരിച്ചു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാനെ ഈ കലിയുഗത്തിൽ ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഭഗവാനെ സേവിക്കേണ്ടത് എങ്ങനെയാണ് നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആ 5-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇതി മൂർത്തിയ വിധ്യാനേന മന്ത്രമൂർത്തിയും അമൂർത്തിക്കും രജതേ യജ്ഞപുരുഷം ശാശ്വത് ദർശനം പുമാൻ. വ്യാസദേവനോട് പറയാം, നമ്മള് കലിയുഗത്തിൽ ഭഗവാനെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മന്ത്ര സ്പന്ദനത്തിൽ കൂടിയാണ്. ഇത് ഈ മൂർത്തി അഭിധ്യാനേന, കലിയുഗത്തിൽ ഭഗവാനെ ധ്യാനിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് എന്താണ്, മന്ത്രമൂർത്തിയും അമൂർത്തിക്കും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ മന്ത്രമൂർത്തിയാണ്. ഭഗവാനെ പറ്റി എത്രയോ കീർത്തനങ്ങളാണ്. സ്തുതിപ്രിയനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന്റെ നാമം ചൊല്ലി ആ അതീന്ദ്രിയ സ്പന്ദനം സേവിക്കുന്ന മാത്രയിലാണ് നമുക്കും ആ അതീന്ദ്രിയ ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അതാണ് പ്രോപ്പറായിട്ടുള്ള ധ്യാനം. ആ ഭഗവാന്റെ നാമം ചൊല്ലി ശ്രവിക്കുന്നത് വഴിയാണ് നമുക്കും ഭഗവാന്റെ അതീന്ദ്രിയത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രമൂർത്തി അമൂർത്തി യജതേ യജ്ഞപുരുഷം, ഭഗവാൻ യജ്ഞപുരുഷനാണ്. ഭഗവാന് നമുക്ക് പല പര്യായങ്ങളുണ്ട്. ക്രിയാമ്പതി, യജ്ഞപതി, ലോകപതി, ധരാമ്പതി, ധീയാമ്പതി,
ഭഗവാൻ സാത്വതാം മതി. ഈ രീതിയിലൊക്കെയാണ് ഭഗവാനെ നമ്മൾ അറിയുന്നത്. അപ്പൊ യജ്ഞപുരുഷൻ എതത് യജ്ഞപുരുഷം, യജ്ഞങ്ങളുടെ സർവയജ്ഞങ്ങളുടെയും ആരാണ്? ശരിക്കുമുള്ള ഭോക്താരം യജ്ഞതപസം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാതാൻ ശാന്തരിച്ചത്. ഇത് മനസ്സിലാക്കിയ തന്നെ ഒരാൾക്ക് ശാന്തി ഉറപ്പാണ്. അതാണ് ശ്രീമദ് ഭാഗവത്തിലെ ഒന്നാമത്തെ അധ്യായത്തില് ഇതില് അല്ല ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകത്തിൽ ഭോക്താരം യജ്ഞതപസം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാതാം ശാന്തി റിച്ചത്. ഈ സത്യം മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് ഒരാൾക്ക് ശാന്തി ഉറപ്പാണ്. ഇതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സേവനം ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞുള്ള ഭഗവാനെ പറ്റിയുള്ള വിവരണമായാലും കീർത്തനമായാലും ഏതായാലും നമ്മളതൊരു ഭക്തൻ, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയുടെ കാരുണ്യം പ്രകാരം ചെയ്യുമ്പോഴാണ് ശരിക്കും അത് നമുക്ക് ഉപകാരപ്രദമാകും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്ന ഈ പറഞ്ഞ എല്ലാ ആചാര്യന്മാരുടെയും ഒക്കെ കാരുണ്യം എനിക്കുണ്ടായി. അതാണ് എന്നെ ചൈതന്യ ചരിതാമൃതം എഴുതാൻ പ്രേരിപ്പിച്ച, അല്ലാതെ സ്വന്തം കഴിവല്ല അദ്ദേഹം പറയുന്നത്. ഈ എപ്പോഴും ഭഗവാൻ ചൈതന്യ നിത്യാനന്ദനെ ഒക്കെ മനസ്സിൽ അവർ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ഭക്തന്മാരെല്ലാം അവരൊരുമിച്ച് എന്നോട് പറഞ്ഞു, നേരമാണ് ഞാനിത് എഴുതാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ ഭഗവാൻ സേവനം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സീനിയർ ഡിവോട്ടീസ് ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്. അതാണ് ശരിക്കുള്ള പ്രോപ്പർ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇതൊരു ഡിവോഷണൽ സർവീസ് ആയിട്ട് ഏറ്റെടുത്തതിന്റെ കാരണം അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരെല്ലാം ഈ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു പ്രോപ്പർ എറ്റിക്വിറ്റി അദ്ദേഹം ഫോളോ ചെയ്തു. അതുകൊണ്ടാണ് ഇതൊരു വലിയ സംഭവമായി. കാരണം ഇതൊരു ബ്രഹ്മസംഹിതമായി മാറേണ്ട കാരണം ചൈതന്യ ചരിതാമൃതം അദ്ദേഹം ഭക്തരുടെ കാരുണ്യം കൊണ്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്ലോകം 73. വൈഷ്ണവേര ആജ്ഞാപായ ചിന്തിത അന്തരേ മദന ഗോപാലേ ഗോപാലാജ്ഞാമാകി ഭാരേ. വൈഷ്ണവരുടെ ആജ്ഞ ലഭിച്ചതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠ ഉണ്ടായിരുന്നതിനാൽ മദനമോഹനന്റെ അനുവാദം കൂടി ചോദിക്കാൻ വൃന്ദാവനത്തിലെ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പൊ ആദ്യം എന്താണ് ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രതിനിധികളുടെ കാരുണ്യം കിട്ടി. അപ്പൊ അത് കിട്ടിയപ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിച്ചത്? എന്നാ ഇനി ഭഗവാന്റെ അനുഗ്രഹം കൂടെ തേടാം എന്ന് വിചാരിച്ച് എന്താണ് വൃന്ദാവനത്തിലേക്ക് പോയി. കാരണം നേരത്തെ പറഞ്ഞിരുന്നു വൃന്ദാവനത്തിലും അല്ലെ അനേകം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ച എന്നാൽ വൃന്ദാവനത്തിൽ പോയി സാക്ഷാൽ മദൻ മോഹനെ തന്റെ കണ്ട് അദ്ദേഹത്തിന്റെ ആശീർവാദവും നേടാമെന്ന് അദ്ദേഹത്തിന് തോന്നി. നോക്ക്, അതാണ് നമ്മൾ കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത്. അതാണ് അതിന്റെ ടൈറ്റിൽ. അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടി നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ പറയുന്നു, ഒരു വൈഷ്ണവന് എല്ലായ്പ്പോഴും ഗുരുവിന്റെയും കൃഷ്ണന്റെയും ആജ്ഞ പിന്തുടരുന്നു. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം ജയിച്ച അവരുടെ കാരുണ്യത്താലാണ്. ഇതാണ് ഇതിന്റെ വാസ്തവമായിട്ടുള്ള കാര്യം. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നമുക്കിതിൽ വളരെ റിഫ്ലക്റ്റ് ആകുക. ഈ രീതിയിലായിരിക്കണം നമ്മളും ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ എന്താണ് ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവുടെയും കാര്യം അവര് പറയുന്നതനുസരിച്ചായിരിക്കണം നമ്മളും പ്രവർത്തിക്കുക. അത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു. മുകളിൽ പ്രസ്താവിച്ച എല്ലാ ഭക്തന്മാരും തന്റെ ശിഷ്യഗുരുക്കന്മാരും ആധ്യാത്മിക ഗുരുക്കന്മാരും കവിരാജ ഗോസ്വാമിയെ പരിഗണിച്ചു. കാരണം എന്താണ് അവരെല്ലാം അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം അവരെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനാണെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ അതാണ് ഒരു ഭക്തൻ എപ്പോഴും മറ്റൊരു ഭക്തന്റെ ഗുണങ്ങളാണ് കാണുന്നത്. അപ്പൊ അവരെല്ലാം ഈ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അദ്ദേഹം അത്ര ചൈതന്യ മഹാപ്രഭുവിന്റെ പരമഭക്തനായിരുന്നു. അവർക്ക് അതെല്ലാം ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അവരെല്ലാം ഒരുമിച്ച് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തത്. ആധ്യാത്മിക ഗുരുക്കന്മാരും കവിരാജ ഗോസ്വാമി പരിഗണിച്ചു.
മദനഗോപാലൻ, ശ്രീ മദന മോഹന വിഗ്രഹം സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അപ്രകാരം അദ്ദേഹം ഇവരുടെയും അനുവാദം തേടി. ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന ഈ മഹാസാഹിത്യം രചിക്കാൻ കഴിഞ്ഞു. ഈ മാതൃക പിന്തുടരാം. ഈ രീതിയിലാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം രചിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവല്ല ഇത്. ഭക്തന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു ടൂൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ടൂളായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ്, ഇങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും ഭഗവത് കാര്യങ്ങൾ, ഭഗവത് സേവനം എന്ത് തന്നെ ഭഗവാൻ വേണ്ടി ചെയ്യുന്നു ഈ രീതിയിലായിരിക്കണം. ആ പ്രോപ്പർ എറ്റിക്വിറ്റിയാണ് വീണ്ടും ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഏതൊരു ഭക്തനും നിർബന്ധമായ ആദ്യ ആധ്യാത്മിക ഗുരുവിന്റെയും കൃഷ്ണന്റെയും അനുവാദം തേടണം. കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ഗുരു അവിടുന്ന് എന്റെ ബാഹ്യ പ്രതിനിധിയുമാണ്. പ്രകാരം കൃഷ്ണൻ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഒരുവൻ നിർബന്ധമായും ആദ്യ നിയാമക തത്വങ്ങൾ കർശനമായും പാലിച്ച് ദിവസവും ഭഗവാന്റെ നാമം ചൊല്ലി ഒരു പരിശുദ്ധ ഭക്തനായി തീരണം. അതിനുശേഷം താൻ യഥാർത്ഥത്തിൽ വൈഷ്ണവ തലത്തിൽ എത്തിയെന്ന് ബോധ്യമാകുമ്പോൾ ആധ്യാത്മിക ഗുരുവിന്റെ അനുവാദം തേടുന്നു. ആ അനുവാദവും ഹൃദയ അന്തരംഗത്തിൽ നിന്ന് കൃഷ്ണാൽ സ്ഥിരീകരിക്കപ്പെടണം. അപ്പോൾ അയാൾ അത്യന്തം ആത്മാർത്ഥയും വിശുദ്ധിയുമുള്ളവനാണെങ്കിൽ അതീന്ദ്രിയ സാഹിത്യം ഗദ്യരൂപത്തിലോ കാവ്യരൂപത്തിലോ രചിക്കാൻ കഴിയും. ഈ രീതിയിൽ ഭഗവാന്റെ പ്രതിനിധികളുടെ കാരുണ്യവും അതുപോലെ തന്നെ നമ്മുടെ അന്തരാത്മയായിട്ടുള്ള ഭഗവാന്റെ, നമുക്കറിയാം ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ഇല്ലേ? അത് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞു, സർവസ്യാഹം സ്ഥിതി സന്നിഹിതോ മത്താസ്മൃതി ജ്ഞാനം അപോഹനം. 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അത് സ്ഥിരീകരിക്കുന്നെന്ന് മാത്രമല്ല 18-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. എന്താ? ഞാൻ യന്ത്രാരൂഢ മായ ഹൃദ്ദേശ അർജുന തിഷ്ഠതി. ഈ അർജുന, ഞാനും നിന്റെ ഹൃദയത്തിലുണ്ട്. എങ്ങനെ? യന്ത്രാരൂഢായ മായ, ഒരു യന്ത്രം എന്ന പോലെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരമാത്മാവിന്റെ, അതാണ് അന്തർബാഹർ അവസ്ഥിതം എന്ന് പറഞ്ഞ ഭഗവാൻ വെളിയിലുമുണ്ട് അകത്തിലുമുണ്ട്. അത് മഹാദേവൻ, അതും മഹാദേവനും പറയുന്നു. ഭഗവാൻ എന്ന് പറയുന്നത് ഉള്ളിലും ഉണ്ട് അകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ഭാഗവത്തില് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്? അർത്ഥലിംഗായ നാമസ്തി നമോ അന്തർബാഹരവസ്ഥിതി. അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതായത് അർത്ഥലിംഗായ നാമത്തെ, നമ്മൾ ഈ വായിക്കുന്ന ഭഗവാന്റെ ഓരോ ഇങ്ങനെയുള്ള ബ്രഹ്മസാഹിത്യം, ബ്രഹ്മസംഹിതം, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ സോറി, അത് ഡിസ്കണക്ട് ആയതാകട്ടെ. അപ്പൊ അതില് ഇവിടെ എങ്ങനെയാണോ ഈ കൃഷ്ണ
കവിരാജ ഗോസ്വാമി മഹാരാജ് ചൈതന്യ ചരിതാമൃതം രചിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇപ്പൊ ഈ അതിനുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതില് നമ്മൾ പറഞ്ഞു വന്നത് ഭഗവാൻ ശിവന്റെ കാര്യമാണ് അല്ലേ. ഭഗവാൻ ശിവൻ പോലും ഇത് കൺഫേം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള മഹാഭക്തന്മാരിരുന്നാൽ, ഭഗവാന്റെ പരമഭക്തരിരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ശിവൻ പറയുന്നത് എന്താണ്? ആദ്യം എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതി ജപസ്തവ്യം വിഭക്തവ്യം പവിത്രം മംഗളപുരം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ ദിവ്യനാമം ചൊല്ലണം. ഇതി ജപത്തവ്യം. നോക്ക്, ഭഗവാൻ ശിവൻ പോലും മാലയിലാണ് ജപിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന മാലയാണ്, ബ്രഹ്മദേവന്റെ കയ്യിരിക്കുന്ന മാലയാണ്. ഈ ആചാര്യ പരമ്പരയിൽപ്പെട്ട എല്ലാ മഹാത്മാക്കളും അവരെല്ലാം മാലയിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്ക്, ആചാര്യ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കാരണം. അവരെല്ലാം ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത്. എപ്പോഴും അവരുടെ കയ്യിൽ മാലയിൽ ഭഗവാന്റെ നാമം. അതാണ് ഇതി ജപത്തവ്യം വിഭക്തവ്യം പവിത്രം മംഗളപുരം. ഭഗവാൻ ശിവൻ പറയുന്നത് അതാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യം. നിശ്രേയസ്സകരം ചാഹി തുനോഹി വഹാമി അഹം. അപ്പൊ അതുകൊണ്ട് ഈ പ്രചേതാസിനോട് അദ്ദേഹം പറയാണ്, അവർ വിഷ്ണു ഭഗവാനെ ധ്യാനിക്കാൻ വെള്ളത്തിലിരുന്ന് 10,000 വർഷം ധ്യാനിക്കാൻ വന്നവരോട് അങ്ങോട്ട് ചെന്ന് മഹാദേവൻ ചെന്ന് കണ്ടിട്ട് പറയാണ്, ഇതല്ല, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലിയാൽ മതി. വെള്ളത്തിൽ അടിയിലൊന്നും പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യം നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക. എന്താണ്? അർത്ഥലിംഗായ നാഭസ്തേ. അപ്പൊ അതിൻ്റെ നിങ്ങളത് മനസ്സിലാക്കി. അതായത് ഇങ്ങനെ ആദ്യം നിങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലി പവിത്രീകരിക്കുമ്പോൾ, നിങ്ങളുടെ കോൺഷ്യസ്നെസ് പവിത്രീകരിക്കുമ്പോൾ, നിങ്ങളുടെ അവബോധം പവിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ സ്വയം മനസ്സിലാക്കാം. സ്വയം യോഗ സംസിദ്ധി കാലേനാത്മനി വിന്തതി. അപ്പൊ നിങ്ങൾക്ക് ഭഗവാനെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ? നമ്മുടെ കണ്ണാടി മുമ്പിൽ നമ്മൾ പൊടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കണ്ണാടി മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ രൂപം തന്നെ കാണാൻ സാധിക്കും, ഇല്ലേ? അതുപോലെ നമ്മുടെ മനസ്സും പവിത്രമാകുമ്പോൾ എന്താണ്? നമുക്കും ഭഗവാനെ ദൃഷ്ട ഏവാത്മനി ഈശ്വരെ, ഭഗവാനെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും. അതിന് വേണ്ടത് എന്താണ്? ജപത്തവ്യം, ഭഗവാന്റെ നാമം ജപിക്കുക. കാരണം അങ്ങനെ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ, കാരണം ഭഗവാന്റെ നാമത്തിന്റെ ശക്തി പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തിയാണ് ഭഗവാൻ. എല്ലാം യാമിനോ നാമിനാ ശക്തി. ഇപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, വിഷ്ണു ബൃഹത് പുരാണത്തിൽ പറയുന്നത് നാമിനോ യാവതീ ശക്തി. ഭഗവാന്റെ നാമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപ നിർഹരണേ ഹരി. ഭഗവാൻ ഹരിയുടെ നാമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളെയും നിർഹരിക്കാനുള്ള ശക്തി അതിനുണ്ട്. അതാണ് ഭഗവാന്റെ നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നാമസങ്കീർത്തനയത്വം സർവപാപ പ്രണാശനം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് തന്നെ. സർവവേദേശം എല്ലാ വേദങ്ങളിൽ ഇത് തന്നെയാണ്. ഭഗവത്ഗീത നോക്ക്, 9-ാം അധ്യായത്തിൽ അതീവ രഹസ്യം ഞാനാണ് രാജവിദ്യ രാജഗൂഹത്തിൽ ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുക? അർജുനോട് പറയുന്നത് എന്താണ്? സതതം കീർത്തയന്തോ മാം യദന്തസ്യ ദൃഢാവൃത നമസ്തന്തശ്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതി. ഇതാണ് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വർഷിപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. എപ്പോഴും നിങ്ങൾ എൻ്റെ നാമം ജപിക്കുക ദൃഢവിശ്വാസത്തോടും. സതതം കീർത്തയന്തോം, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട അർത്ഥം എന്താണ്? യദന്തസ്യ ദൃഢ. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെ ആയിരിക്കണം? നാമം ജപിക്കുക എങ്ങനെയാണ്? നാമത്തിന്റെ ശക്തി. ഭഗവാൻ തന്നെയാണ് നാമം. ഭഗവാന്റെ നാമം ആ ശക്തി അത് മനസ്സിലാക്കി ദൃഢനിശ്ചയത്തിലൂടി നിന്റെ നാമം ചൊല്ലുക. നമസ്തന്തശ്ച മാം ഭക്തിയ. അതുപോലെ എൻ്റെ മുന്നിൽ ഭഗവാനെ കാണുമ്പോൾ ഭഗവാന് നമ്മൾ നമ്മുടെ ആദരവ് കാണിക്കുക. അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്തന്തശ്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത. അപ്പൊ എപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലി ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാൻ ഹരിയുടെ നാമം ചൊല്ലി ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ച്, ഇതാണ് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വർഷിപ്പ് എന്നാണ് പറയുന്നത്. അതാണ് ചൈതന്യ ശ്രീമദ് ഭാഗവതത്തിലും നാരദമണി വ്യാസദേവനോടും പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ഇതി മൂർത്തി അഭിധ്യാനേന മന്ത്രമൂർത്തി അമൂർത്തികം യജതയജ്ഞ പുരുഷം ശാശ്വത ദർശനം കുമാർ. ഈ രീതിയിൽ ഭഗവാന്റെ നാമം ചൊല്ലി അതീന്ദ്രിയ നാദസ്പന്ദനം കാതുകളിൽ കൂടി ശ്രവിച്ച്
കാതുകളും അതുപോലെ തന്നെ പ്രവിഷ്ട കർണരന്തരേണ, ആ കർണങ്ങളിൽ കൂടി അത് പ്രവേശിച്ച് മനസ്സിലേക്കും മനസ്സിൽ അതിനെ പവിത്രീകരിച്ച് അത് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ ചെന്ന് ഹൃദയത്തെയും പവിത്രീകരിക്കുമ്പോഴാണ് ദൃഷ്ട ഏവാത്മനി ഈശ്വരി. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ അവിടെ നമുക്ക് ആജ്ഞകൾ നൽകും. അപ്പൊ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഭക്തന്മാരുടെ കാരുണ്യം ഉണ്ടായി. അതാണ് നാരദമുനി പറയുന്നത്, ദർശൻ ശ്രീമൂർത്തി അഭിധാനേന മന്ത്രമൂർത്തി അമൂർത്തി യജതേ യജ്ഞപുരുഷം ശാശ്വത ദർശനം പുമാൻ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ സാധിക്കും. നാരദമുനി എപ്പോഴും നോക്കും അദ്ദേഹത്തിന്, എപ്പോഴാണ് ഭഗവാൻ ഏത് നിമിഷം അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ പോകാനും ഭഗവാനെ കാണാൻ സാധിക്കും. അത് അവിടെ മാത്രമല്ല, ലോകത്ത് എവിടെയും പോകാൻ അദ്ദേഹം സഞ്ചരിക്കാനുള്ള ലൈസൻസ് ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ്. നാരദമുനിയോട് ഭഗവാൻ ഇത്രയും സ്നേഹം എന്താണ്? അതുകൊണ്ട് എന്താണ് ഭഗവാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് പോലും കൊടുത്തത്? ബ്രഹ്മദത്തം ഇമം വീണം. ഭഗവാൻ നാരദമുനിയുടെ നാമസങ്കീർത്തനത്തിൽ സന്തുഷ്ടനായതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് വീണ എന്നുള്ള ബ്രഹ്മദത്തം ഇമം വീണം സ്വര ബ്രഹ്മ വിഭൂഷിതം. ഭഗവാൻ അതിൽ സന്തുഷ്ടനായിട്ടാണ് നാരദമുനിക്ക് എന്താണ് ട്രാൻസിഡന്റൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള വീണ നൽകിയത്. അത് വീണ കൈ കിട്ടിയപ്പോൾ നാരദമുനി എന്താ ചെയ്തത്? സ്വര ബ്രഹ്മ വിഭൂഷിതം. അതിൽ നമ്മളിപ്പോ കേൾക്കുന്നത് ആയിട്ടുള്ള സപ്തസ്വരങ്ങളാണ്. ആദ്യം അദ്ദേഹം ആ ശ്രുതി നീട്ടി ഭഗവാന് ഹൃദ്യമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി ആ ശ്രുതി മാധുര്യത്തോടുകൂടി അദ്ദേഹം അത് നാമം ചൊല്ലാം. ഓം നാരായണായ നമ, ഓം നാരായണായ നമ. ആ ശ്രുതിയിൽ അദ്ദേഹം അത് ചൊല്ലാൻ തുടങ്ങി. അതാണ് സ്വരബ്രഹ്മ വിഭൂഷിതം. അപ്പൊ അദ്ദേഹം ഭഗവാൻ ആ സമ്മാനം കൊടുത്തപ്പോൾ അതെന്താണ്? ഭഗവാന് ഹൃദ്യമായ രീതിയിൽ ആസ്വദിക്കത്തക്ക രീതിയിൽ നാമം ചൊല്ലാൻ തുടങ്ങി. മൂർച്ഛയിച്ച ഹരികഥാം. മാത്രമല്ല അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, അവരോടെല്ലാം ഹരികഥാം. ഭഗവാന്റെ നാമം ചൊല്ലി കാണുന്നവരോടൊക്കെ ഹരികഥയും പറഞ്ഞുകൊണ്ട് നടന്നു. അതാണ് പണ്ടെല്ലാം നമ്മൾ ഹരികഥ എന്നാണ് പറയുന്നത്. അതാണ് നാരദമുനി ചെയ്തത്. അതാണ് ഗുരുപരമ്പരയുടെ കാര്യം. അവർക്കറിയാം ഭഗവാൻ ഏതാണ് ഇഷ്ടം. അതാണ് നാരദമുനി ചെയ്തത്. അതുകൊണ്ടാണ് വ്യാസദേവനോടും പറഞ്ഞ നീ ഭഗവാന്റെ നാമം ചൊല്ലുക. എന്നിട്ട് അദ്ദേഹം സ്വന്തം അനുഭവമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് സാധ്യമായത് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ വേദാന്തിസ്റ്റുകളുടെ കാരുണ്യം കൊണ്ട്. എന്താണ്? ഭഗവാൻ ഏന ഭഗവതോ ഏന അതായത് ഭഗവാൻ വാസുദേവനെ അറിയാൻ പോലും എനിക്ക് സാധിച്ചതിന്റെ കാരണം അവരുടെ കാരുണ്യമുണ്ട്. അതാ നാരദമുനി പറയുന്നത്. ഇത് ദ പ്രോപ്പർ എറ്റിക്വറ്റി എന്ന് പറയുന്നത്. ആ പുണ്യാത്മാക്കളുടെ കാരുണ്യം കൊണ്ടാണ് എന്താണ് എനിക്ക് ജ്ഞാനം കിട്ടിയതും ഭഗവാനെ പറ്റി അറിയാനും ഭഗവത് സേവനം ചെയ്യാനും ഉള്ള ഭാഗ്യം അവരുടെ കാരുണ്യം കൊണ്ട് എനിക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു യാ ഇമം ബ്രഹ്മം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവേദ്യ പുനഃധിഷ്ഠിതം ആദമ്മേ ജ്ഞാനമൈശ്വര്യം എന്താണ് ദർശനം സാക്ഷാത് പുമാൻ. വ്യാസദേവനോട് അവസാനം പറയാണ്. അതുകൊണ്ട് എൻ്റെ കഥ നീ നോക്കും. എനിക്ക് ആദ്യം എന്താണ് ഈ വേദാന്തിഷ്ടയെ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ജ്ഞാനം ഐശ്വര്യം ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനവും ഐശ്വര്യവും ഉണ്ടായി. അതിനുശേഷം ശാശ്വത ദർശനം പുമാൻ. എനിക്ക് ഭഗവാനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാണ്. അപ്പൊ അതാണ് അവിടെ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ അത് വീണ്ടും കൃഷ്ണദാസ ഗുരുരാജ് അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതത്തിനുള്ള ഭാഗ്യം അത് എങ്ങനെ ഉണ്ടായി, അതാണ് നമ്മളിപ്പോൾ കേട്ടോണ്ട്. അപ്പൊ നമ്മളും ഇത് കേട്ട് ഈ എറ്റിക്വറ്റി നമ്മളും ഫോളോ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണബോധ പ്രസ്ഥാനം ഈ രീതിയിൽ നല്ല സ്ഥിതിയായിട്ട് ആ ഭക്തി നല്ല രീതിയിൽ പോകുന്നതിന്റെ കാരണം എന്താണ്? അവരെല്ലാം നമ്മുടെ ആ എറ്റിക്വറ്റി, വൈഷ്ണവ എറ്റിക്വറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രോപ്പർ എറ്റിക്വറ്റി എന്ന് ഇവിടെ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി മഹാരാജ് നമ്മളോട് പറയുകയാണ്. നമ്മളും ഇതനുസരിച്ച് ഇത് കേട്ട് നമ്മളും ഇതനുസരിച്ച് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സാരാംശം. 74 ദർശനകാരി കൈകുലം ചരണവന്ദന
ഗോസായിദാസ പൂജാരിക്കാര ചരണ സേവാന ദർശനകാരി കൈകുലൻ ചരണ വന്ദന ഗോസായിദാസ പൂജാരിക്കാരെ ചരണ സേവാന വരുത്തണം. ഞാൻ മദനമോഹന ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ പൂജാരിയായ ഗോസ്വാമിദാസൻ ഭഗവാന്റെ ചരണ സേവനം ചെയ്യുകയായിരുന്നു. ഞാനും ഭഗവത് പാതാരബന്ധങ്ങളിൽ പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം വൃന്ദാവനത്തിലുള്ള മദനമോഹൻ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ കാരുണ്യത്തിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? അവിടുത്തെ പൂജാരി ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഭഗവാന്റെ സേവനം ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ചെന്നു ഭഗവാന്റെ ചരണം എന്നതാണ് ആ ചരണത്തിന്റെ പ്രത്യേകത. ആ ചരണാംബുജം സേവിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരിയെ കാണുന്നു. അദ്ദേഹം അത് കണ്ടപ്പോൾ ഭഗവാന്റെ ചരണാരവിന്ദത്തെ പറ്റി സ്തുതിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ ഭഗവാന്റെ ചരണം. നമ്മൾ പറയത്തില്ല അദ്ദേഹത്തിന്റെ ചരണാഭിഷേകം. അതൊക്കെ ഉണ്ടായാലേ നമുക്കൊരു ഭക്തന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ചരണം, ആ പാദധൂളി എന്ന് പറയുന്ന ഇതാണ് ഭഗവാന്റെ പാദങ്ങളിലെ ആ ധൂളി പോലും എത്രയോ പവിത്രമാണ്. അതായത് നാരദമുനി തന്നെ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതില്ലാത്തവരെന്താണ്? ഇതൊന്നും ആ ഭഗവാന്റെ പാദങ്ങളിലെ ധൂളി ശിരസിൽ എന്താണ് അങ്ങനെയുള്ള ആൾക്കാർ, അതിനുള്ള ഭാഗ്യം കിട്ടാത്ത ആൾക്കാരെ ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താണ്? ജീവച്ഛവും ജീവിക്കുന്ന ശവങ്ങളാണ്. അപ്പൊ അതാണ് ഭക്തിസുഖാനത്തിന്റെ മഹത്വങ്ങൾ. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഭഗവാന്റെ ഭക്തന്മാരുടെ ഭഗവാന്റെ പാദധൂളികൾ ശിരസുകൾ, അതാണ് നമ്മൾ വൃന്ദാവനത്തിലൊക്കെ ചെന്ന മണ്ണ് വരെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടില്ല അല്ലേ? അത് നമ്മൾ കഴിക്കുന്ന കാരണം ഭഗവാന്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ്, മണ്ണാണ്. നമ്മളത് ഒരു ഭക്തൻ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മൾ മണ്ണ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട്? എന്താണ് വൃന്ദാവനത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത? എന്താണ്? ചരണാംബുജമാണ്, ഭഗവാന്റെ ചരണാംബുജമാണ്. അത് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അത് ശിരസിൽ അഭിഷേകം ചെയ്യാത്തവർ എന്താണ്? ജീവച്ഛവും ചരണാരു ലേനം, അതായത് ഭഗവാന്റെ പാദാരങ്ങളുടെ ഈ എന്താണ് പാദധൂളി ശിരസിൽ അർപ്പിക്കാതെ, അല്ലെങ്കിൽ അത് അഭിഷേകം ചെയ്യാത്തവർ. അതുപോലെ തന്നെ എന്താണ്? ശ്വാസച്ഛവും പാതാര തുളസി ഗന്ധം നാസ, അതുപോലെ തന്നെ ഭഗവാന്റെ പാതാര ബന്ധങ്ങളിൽ അർപ്പിച്ച തുളസി ദളം നാസാരം, അതിന്റെ സ്മെല്ല് നാശങ്ങളിൽ നമ്മുടെ മൂക്കിൽ കൂടി അതിന്റെ ഗന്ധം നുകരാത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസച്ഛവും. ബ്രീത്തിങ് ഡെഡ് ബോഡീസ്, ലിവിങ് ഡെഡ് ബോഡീസ്, ബ്രീത്തിങ് ഡെഡ് ബോഡീസ് ശ്രീമദ് ഭാഗവതം പറയുന്നതാണ്. അപ്പൊ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ അർപ്പിച്ച തുളസി ഗന്ധം നുകരാത്ത ആൾക്കാരെ എന്താണ് പറയുന്നത്? ബ്രീത്തിങ് ഡെഡ് ബോഡീസ്. ശ്വാസച്ചവ്, ശ്വസിക്കുന്നത് മാത്രം ശവങ്ങളുടെ കൂട്ടി തന്നെ ജീവിക്കും. അപ്പൊ അതാണ് ഭഗവാന്റെ ചരണാംബുജത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യുന്നതാണ്? കാരണം ഭഗവാന്റെ പാദം നമുക്കറിയാം. എന്താണ് അദ്ദേഹത്തിന്റെ പാദത്തിന്റെ പ്രത്യേകത? എന്താണ് ഭഗവാൻ? സമാധിതോ പല്ലവിപ്ലവം മഹാപദം യശോ മുരാരി. ഭഗവാൻ വാസുദേവന്റെ പദം എന്ന് പറയുന്നത് സാധാരണ പാദമല്ല, അതൊരു വഞ്ചി പോലെയാണ്. സമാസ പല്ലവപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി പോലെയാണ് ഭഗവാന്റെ പാദം എന്ന് പറയുന്നത്. കാരണം എന്താണ് തോണി എന്ന് പറയാൻ കാരണം? ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭൗതിക സാഗരമാണ്, സാഗരം പോലെയാണ്. അപ്പൊ സാഗരത്തിൽ നിന്ന് നമ്മൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിലും, അല്ല ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിലും തോണിയുടെ ആവശ്യമുണ്ട്. അപ്പം ഭൗതിക സാഗരമായി ഭൗതിക ലോകമാകുന്ന സാഗരത്തിൽ നമ്മൾ അതിൽ നിന്ന് കയറാൻ നമുക്ക് തോണിയാണ് ആവശ്യം. അപ്പൊ അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് എന്താണ്? സമാസിർ ഈ പല്ലവ പ്ലവം. ഭഗവാന്റെ ആ പദം എന്ന് പറയുന്നത് വഞ്ചിയാണ്. അതെങ്ങനെ? മഹാപദം യശോ മുരാരി. അത് മഹാപദമാണ്, സാക്ഷാൽ മുരഹരിയുടെ. മുരൻ എന്നുള്ള അസുരനെ നിഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാനെ മുരഹരി എന്ന് പറയുന്നത്. മുരനെ ഹരിച്ചവനായി. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ പദം എന്ന് പറയുന്നത് മഹാപദമാണ്.
ഈ സമസ്ത ലോകങ്ങളെയും തരണം ചെയ്യാൻ ശക്തിയുള്ള വഞ്ചി പോലെയാണ് അദ്ദേഹത്തിന്റെ പാദം എന്ന് പറയുന്നത്. ഭവാംബുദീർ പല്ലവപ്ലവം പദം പദം വിപടം നതേശ. ഈ പദത്തിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ്? അതായത് ഒരു പശുവിൻ കിടാവിനെ പോലെ. പശുവിന്റെ കിടാവ് നോക്കുക, പശു പ്രസവിക്കുമ്പോൾ കുട്ടി നോക്കുക, അതിന്റെ കുളമ്പ് എത്ര മാത്രം, എത്രയോ ചെറുതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മഹാപദത്തിന്റെ, ഭഗവാന്റെ മഹാപദത്തെ ആശ്രയിക്കുന്നവർക്ക് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ മഹാപ്രശ്നങ്ങളെയും ചെറിയ പ്രശ്നമായിട്ട്, എങ്ങനെ ഭവാൻ വത്സപദം, ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു പശുവിൻ കിടാവിന്റെ കുളമ്പടിയോടുകൂടിയാണ് ശ്രീമദ്ഭാഗവതത്തിൽ ഓർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഒരു പശുവിൻ കിടാവിന്റെ കുളമ്പടിയായിട്ട് ഓർമ്മിച്ചിരിക്കുന്നു. അതാണ് പദം പദം വിപടം നതേശ. ഭൗതിക ലോകത്തിൽ എവിടെ നോക്കിയാലും എന്ത് ചെയ്താലും അപകടങ്ങളാണ്. എവിടെയും അപകടം പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഭഗവാന്റെ മഹാപദത്തെ നമ്മൾ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ദുർഘടങ്ങളെയും നമുക്ക് വളരെ ഈസിയായിട്ട് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ പാദര. അപ്പൊ അങ്ങനെയുള്ള പാദമാണ് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അങ്ങനെയുള്ള മഹാപദമാണ് അവിടെ ചെന്നപ്പോൾ വൃന്ദാവനത്തിൽ വന്നപ്പോൾ ചൈതന്യ ഈ അതിന്റെ ഗ്രന്ഥകർത്താവായുള്ള കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് കാണാൻ പറ്റിയത് പൂജാരി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും ഭഗവാന്റെ പാദത്തെ പറ്റി സ്തുതിക്കാൻ തുടങ്ങി. കുന്തിദേവി പറഞ്ഞിട്ടില്ലെന്നില്ലേ? അദ്ദേഹം കുന്തിദേവി പറഞ്ഞിട്ടില്ല, എന്താണ്? നമോ പങ്കജ നാഭായ നമോ പങ്കജ നാഭിനെ നമോ പങ്കജ നേത്രായ നമോ പങ്കജ അങ്കിരിന്. ആരതും കുന്തിദേവി ഭഗവാന്റെ പാദത്തെ പറ്റി സ്തുതിച്ചാണ് ഇല്ലേ? നമോ പങ്കജ നാഭായ. അപ്പൊ ആ രീതിയിൽ ഭക്തന്മാര് ഭഗവാനെ കാണുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ കൂടി ഭഗവാനെ സ്തുതിക്കുന്നു. അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ പൂജാരി ഭഗവാന്റെ പാദ സേവ ചെയ്യുന്നു. അദ്ദേഹം ഭഗവാന്റെ പാദത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴെന്താണ് സംഭവിച്ചത് നോക്കുക, ശ്ലോകം 75. പ്രഭൂര ചരണേ യതി ആജ്ഞാമാകില പ്രഭു കണ്ട ഹൈതേ മാല കസിയ പടില. ഈ സമയത്ത് എന്ത് സംഭവിച്ചു? പ്രഭുര ചരണേ യതി ആജ്ഞമാകില. ഈ രീതിയിൽ പൂജാരി ഭഗവാന്റെ പാദത്തെ സേവിക്കുകയും അതേ പാദത്ത് തന്നെ ഭക്തൻ സ്തുതിക്കുകയും ചെയ്തപ്പോൾ എന്താണ് ഒരു അത്ഭുത സംഭവം അവിടെ ഉണ്ടായി. എന്താണ് അതെന്താണ്? പ്രഭുര ചരണേ യതി ആജ്ഞാമാകില പ്രഭു കണ്ട ഹൈതേമാല കസിയ പടില വർത്തനം. ഞാൻ അനുവാദത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം അവിടുത്തെ കഴുത്തിൽ നിന്ന് ഒരു ഹാരം താഴെ വീണു. ഈ സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചെന്താണ്? ഭഗവാന്റെ കഴുത്തിൽ കിടന്ന ആ മാല പെട്ടെന്ന് താഴെ വീണു. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ് അവിടെ സംഭവിച്ച കാര്യമാണ്. ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഈ രീതിയിലാണ് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് അദ്ദേഹം ഇവിടെ പറയുകയാണ്. ശ്ലോകം 76. സഭ വൈഷ്ണവഗണ ഹരിധ്വനി ദില ഗോസായി ദാസ ആനിമാല മോരകളെ ദില. അതിന്റെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ അതിനേക്കാൾ അത്ഭുതം അവിടെ സംഭവിച്ചു. എന്താണ്? സഭ വൈഷ്ണവ ഗണ ഹരിധ്വനി ദില. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഹരി പോലും വിളിച്ചു. അവിടെ നിന്ന് ഭക്തന്മാരെല്ലാം എല്ലാവരും ഭഗവാൻ ഹരി പോലും വിളിച്ചു. അപ്പൊ എന്തായി? ഗോസായിദാസ ആനി അവിടെ പൂജാരി എന്ത് ചെയ്തു? അദ്ദേഹം വന്ന് എന്ത് ചെയ്തു? ആ മാല എടുത്ത് എന്താണ് മാല മോര ഗളേതില്ല. അദ്ദേഹം ആ മാല എടുത്ത് എന്റെ ഗളെന്ന് പറഞ്ഞാൽ എന്റെ കണ്ടത്തിലിട്ടു. ഇത് സംഭവിച്ച ഉടൻ അവിടെ നിന്നിരുന്ന വൈഷ്ണവരെല്ലാം ഉച്ചത്തിൽ ഹരിബോൽ എന്ന് കീർത്തിക്കുകയും ഗോസ്വാമിദാസ പുരോഹിതൻ ആ മാലയെടുത്ത് എന്റെ കഴുത്തിൽ അണിയുകയും ചെയ്തു. അദ്ദേഹം പറയാണ്, നോക്കൂ, ഇപ്പം ആചാര്യന്മാരുടെ കാരുണ്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാന്റെയും കൂടെ കാരുണ്യം ഉണ്ടാകാനും അതുപോലെ കുറെ ചൈതന്യ മഹാപ്രഭുവിന്റെ വൈഷ്ണവര് വൃന്ദാവനത്തിലുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ അവരെയും കൂടെ കാണാം. അവിടെ ചെന്ന് അവരുടെയും കാരുണ്യം നേടാം. സാക്ഷാൽ ഭഗവാന്റെയും കാരുണ്യത്തിന് വേണ്ടി അദ്ദേഹം മനസ്സിലാഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി. നമുക്ക് അന്നൊക്കെ നടന്നാണ് പോകുന്നത്. എത്ര ദിവസം കൊടുക്കും? അദ്ദേഹം ആ ത്യാഗം സഹിച്ച് അവിടെ ചെന്നപ്പോൾ ഭഗവാനെ നേരിട്ട് അദ്ദേഹത്തിന്റെ ചരണാരവിന്ദം കാണാനും സേവചക്രൻ ചെയ്യുന്ന കാണാനും ഭഗവാന്റെ ചരണത്തെ സ്തുതിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്നേരം ഭഗവാൻ തന്റെ കാരുണ്യം തന്റെ ഗലയിലുള്ള മാല നമുക്കറിയാം.
അതാണ് ധ്രുവ മഹാരാജനോട് നാരദമുനി പറയുന്നുണ്ട്, ഭഗവാനെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. എന്താണ്? കൗസ്തുവാംഗം ഘനശ്യാമ പുരുഷം വനമാലിനം. ആ വാക്കിൽ പറയുന്ന നോക്കി എങ്ങനെ ഇരിക്കും ഭഗവാൻ ആരാണെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ വക്ഷത്തിൽ കൗസ്തുമണി ഉണ്ടായിരിക്കും. പുരുഷനാണ് ഭഗവാൻ, ഒരു വ്യക്തിയാണ്. പുരുഷം വനമാലിനം, അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയുണ്ടായി. ഇവിടെ അത് നോക്കൂ, വൃന്ദാവനത്തിൽ നിന്ന് മദൻ മോഹന്റെ കഴുത്തിലും മാലയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭക്തൻ ഭഗവാന്റെ ചരണത്തെ സേവിക്കുന്നു, വേറൊരു ഭക്തൻ ഭഗവാന്റെ ചരണത്തെ സ്തുതിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം ഇതാ താഴെ. ഭഗവാൻ മാല താഴെ ഇട്ട് കൊടുത്തു. പൂജാരിക്ക് കാര്യം മനസ്സിലായി, ഇത് അതിന് അർഹപ്പെട്ട വ്യക്തി ആരാണെന്ന്. അവിടെ ഇരുന്ന ഭക്തന്മാർ ഹരിപോലെ വിളിച്ചു. ഗോസ്വാമി ദാസ ആ മാല എടുത്ത് അതിന് ശരിക്കുമുള്ള നമ്മൾ പറയത്തില്ല, ശരിക്കും അതിനുള്ള അർഹനായിട്ടുള്ള വ്യക്തിയെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊടുത്തു. അതായത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ കഴുത്തിലേക്ക് അദ്ദേഹം അത് അണിഞ്ഞു. അതാണ് അതിന് ഡിസർവ് ചെയ്ത വ്യക്തിക്ക് തന്നെ അദ്ദേഹം കൊടുത്തു. 77 ആജമാല പായ അമര ഹൈല ആനന്ദ സഹാനി കരു ഏ ഗ്രന്ഥേര ആരംഭ. ആജമാല പായ അമര ഹൈല ആനന്ദ സഹാനി കരിയോ ഏ ഗ്രന്ഥേര ആരംഭ വർധന. ഭഗവാന്റെ ആജ്ഞ അറിയിച്ചുകൊണ്ടുള്ള ആ മാല ലഭിച്ച ഞാൻ വളരെയധികം സന്തോഷിക്കുകയും അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ ഗ്രന്ഥത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്താണ് ഈ കൃഷ്ണദാസ കവിരാജ എന്ന മഹാഭക്തൻ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ശരിക്കും ഇതാണ് ഏറ്റവും ശുഭമായിട്ടുള്ള മുഹൂർത്തം. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം എഴുതാൻ തുടങ്ങി. ഇപ്പൊ മനസ്സിലായ ഫീലിംഗ് നമുക്ക് മനസ്സിലായി. അപ്പൊ ആരാണ് ഇത് എഴുതുന്നത്? ചൈതന്യ ചരിതാമൃതം ആരാണ് എഴുതുന്നത്? ഭഗവാനാണ്. ആര്? കൃഷ്ണദാസ കവിരാജിൽ കൂടി നമുക്കത് എഴുതി തരിക. എങ്ങനെയാണോ വ്യാസദേവനിൽ കൂടി ഭാഗവതം നമുക്ക് കിട്ടിയത്, അതുപോലെ തന്നെ ചൈതന്യ ചരിതാമൃതം കൃഷ്ണദാസ കവിരാജ് എന്ന വ്യാസനിൽ കൂടി നമുക്കിവിടെ കിട്ടുകയാണ്. 78 ഈ ഗ്രന്ഥം ലേഖായ മോരെ മദന മോഹന അമര ലിഖിയ യേന ശുകര പഠന. ഈ ഗ്രന്ഥം ലേഖായ മോരെ മദന മോഹന അമര ലിഖിയ യേന ശുകര പഠന വർത്തന. വാസ്തവത്തിൽ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്റെ രചനയല്ല, ശ്രീ മദനമോഹൻ എന്നുള്ള കേട്ടെഴുത്താണ്. ഒരു തത്തയുടെ ആവർത്തനം പോലെയാണ് എൻ്റെ എഴുത്ത്. കൃഷ്ണദാസ, ഇതാണ് കൃഷ്ണദാസൻ കവിരാജ ഗോസ്വാമി എന്ന് പറയും. അദ്ദേഹം എവിടെയെങ്കിലും എൻ്റെ ഒരു കഴിവാണെന്ന് അദ്ദേഹം എവിടെയെങ്കിലും ഇത് പറഞ്ഞു. നമ്മൾ ഇത്രയും ശ്ലോകങ്ങളൊക്കെ കേട്ടത് എവിടെയെങ്കിലും ഇത് എൻ്റെ ഒരു കഴിവാണെന്ന് അദ്ദേഹം പറയാം. എല്ലാം ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഭഗവാന്റെയും കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം അത് എഴുതി അവിടെ വെച്ച് അതിന്റെ തുടക്കം കുറിച്ചു. എന്നിട്ട് പറയുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്ന, ഇത് സാക്ഷാൽ ഞാനല്ല എഴുതിയത്, ഇത് മദനമോഹനെ കൊണ്ട് എഴുതിച്ചാണ്. എങ്ങനെ? നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന തത്ത നമ്മൾ പറയുന്നത് ഏറ്റു പറയുന്നത് പോലെ. അതുപോലെ ഞാനിതൊരു തത്തയുടെ ജോലിയാണ് ചെയ്യുന്നത്. മദനമോഹൻ എന്തെന്റെ മനസ്സിൽ എന്നോട് എന്തു പറഞ്ഞു അത് ഞാൻ എഴുതുന്നത്. എല്ലാ ഭക്തന്മാരുടെയും മനോഭാവം ഇതായിരിക്കണം. ഇതാണ് പ്രഭുപാദ അതിനകത്ത് പറയുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഒരു ഭക്തനെ അംഗീകരിക്കുമ്പോൾ അവിടുന്ന് അവന് ബുദ്ധി നൽകും. ഭഗവത്നാമത്തിലേക്ക് മടങ്ങി പോകേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധി യോഗം തം ഏന മുഖയാന്തി. ഈ രീതിയിൽ ഒരു ഭക്തൻ ഭഗവാനെ അറിയാൻ സമീപിക്കുമ്പോൾ ഗുരുവിന്റെ കാരുണ്യം ആദ്യം ഉണ്ടാകണം. നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? സദ്വിധി പ്രണിപാതേന പരിപ്രസേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാന തത്വദർശിന. എപ്പോഴും ആദ്യം നമ്മൾ
കാരണം അദ്ദേഹത്തിന്റെ എല്ലാ സഹഭക്തന്മാരും അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ നമ്മളും ഈ രീതിയിൽ ഗുരുവിന്റെ ആജ്ഞപ്രകാരം ഭക്തി സേവനം ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം ഒരു ഗുരുവിനെ കണ്ടെത്തുക. സദ്ഗുനി പ്രതിപാദന പരിപ്രസേന സേവ. ആ ഗുരുവിനെ സേവിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ജ്ഞാന തത്വദർശന. അദ്ദേഹത്തിന്റെ ഗുരുവിനെ സേവിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ തത്വദർശന, ഭഗവത് തത്വം മനസ്സിലാക്കാനും ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ നോക്കൂ, ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഭാഗ്യം കിട്ടിയത്? ഭഗവാൻ തപ എന്ന് പറഞ്ഞ് അദ്ദേഹം തപശ്ചര്യ ചെയ്തു. എന്താണ് തപശ്ചര്യാണ്. ഏവ പരം ജ്യോതി, പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാണ് തപശ്ചര്യ. അത് അദ്ദേഹം തന്റെ ഭഗവാനിൽ നിന്ന് ആ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അത് അനുഷ്ഠിച്ചു. എന്താണ്, അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാനെ നേരിട്ട് തേനേ ബ്രഹ്മഹൃദയ ആദി കവിയോ, ആ ഭഗവാന്റെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അദ്ദേഹത്തിന് ഭഗവാന്റെ ഈ ഭാഗവതം പറഞ്ഞു. അതാണ് ചതുർശ്ലോകി എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അത് വിപുലീകരിച്ച് ഇതാണ് നാരദമുനിയോട് പറഞ്ഞിട്ട് നീ ഇത് വിപുലീകരിക്കാൻ പറഞ്ഞു. നീ ഇതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, വിപുലീകരവും എന്നാണ് പറഞ്ഞത് ബ്രഹ്മദേവൻ. നാരദമുനിയോട് പറഞ്ഞത് നീ ഇത് വിപുലീകരിച്ച് മറ്റുള്ളവർക്ക് പറയാം. ആദ്യം ബ്രഹ്മദേവൻ 4 ശ്ലോകം ഭഗവാനിൽ നിന്ന് കേട്ടു, അദ്ദേഹം അത് വിവരിച്ചു. അതിനുശേഷം തന്റെ ശിഷ്യൻ നാരദമുനിയോട് നീ ഇതിൽ കൂടുതൽ വിവരിക്കാൻ. അങ്ങനെയാണ് ഭക്തന്മാർ ഓരോരുത്തരും അവരുടെ ഭക്തിയുടെ അനുസരിച്ച് അത് കൂടുതൽ വിവരിച്ചാണ് ഇന്നത്തെ ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും ഒക്കെ നമുക്ക് എത്ര എന്താണ് ആദിലീല, മധ്യലീല, അന്ത്യലീല കണ്ടില്ല. അങ്ങനെയൊക്കെ അവർ വിപുലീകരിച്ച് നമുക്ക് ഭഗവാന്റെ ലീലകൾ നമുക്ക് തരിക. അതാണ്. അപ്പം ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുന്നവർക്ക് ബുദ്ധി കുറവാണെങ്കിലും ഭഗവാൻ ബുദ്ധി കൊടുക്കും. ശേഷം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാമോ. അങ്ങനെയുള്ളവർക്ക് ബുദ്ധി എവിടാണ് അവർക്ക് കുറവുള്ളത് അത് ഞാൻ തന്നെ നികത്തി കൊടുത്ത് അവർ എന്നിലേക്ക് വരാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. വിഭൂതി യോഗം, 10ാമത്തെ അധ്യായം വിഭൂതി യോഗമാണ്. അപ്പൊ നമ്മൾ ഈ പരമ്പര ഫോളോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അതേപടി നമ്മൾ ചെയ്യുക. ഇവരാരും ഒരു പരമ്പരയിൽപ്പെട്ട ഒരാളും തൻ്റെ ഗുരു പറയാത്ത കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അത് ഏറ്റുചൊല്ലുകയാണ്. തത്തയെപ്പോലെ മദൻ മോഹൻ എന്ത് ഉള്ളിലിരുന്ന് പറഞ്ഞു അത് അദ്ദേഹം ഒരു തത്തയെപ്പോലെ അത് എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതം. ഈ രീതിയിലാണ് നമ്മൾ ശരിക്കും ഭഗവാന്റെ സേവനം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ശ്ലോകം 79. ശ്രീലിക്ക് മദന ഗോപാല എലിക്കായ കാഷ്ടേര പുത്തലിയന ഗുഹേന ചായ വർത്തനം. മാന്ത്രികൻ നൃത്തം ചെയ്യുന്ന മരപ്പാവയെ പോലെ മദനഗോപാലൻ ആജ്ഞാപിക്കുന്നതനുസരിച്ച് ഞാൻ എഴുതും. അദ്ദേഹം പറയാണ്, മദനമോഹൻ എന്താണ് ഉള്ളിരുന്ന് എന്നോട് പറഞ്ഞത് അത് ഞാനിവിടെ എഴുതുകയാണെന്നാണ് അദ്ദേഹം ഇത് പറയുന്നത്. 80. കുലാദി ദേവത മോരെ മദന മോഹന എന്റെ സേവകരെ ഗുണത രൂപസനാദാന വർത്തനം. ഞാൻ എൻ്റെ കുടുംബദേവനായി മദനമോഹനെ സ്വീകരിച്ചു. രഘുനാഥദാസ ഗോസ്വാമിയും ശ്രീ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും അവിടുന്ന് എന്നെ ആരാധിക്കുന്നവരാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇത് എൻ്റെ കുലദേവതയാണ് ആര്? സാക്ഷാൽ മദനമോഹൻ. അതുപോലെ തന്നെ ആ മദനമോഹനെ ആരാധിക്കുന്നവരാണ് ആര്? ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമിയും രൂപ ഗോസ്വാമി രഘുനാഥ ഭട്ട രഘുനാഥ ഗോസ്വാമി എന്നാണ്. 6 ഗോസ്വാമി, 6 ഗോസ്വാമി വൃന്ദാവനത്തിൽ ഇരുന്ന് ഓരോ മരച്ചുവടിയിലിരുന്ന് ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് ഈ ഗോസ്വാമിമാര്. രഘുനാഥ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ വലിയ മില്യണറായ, നമ്മൾ പറയത്തില്ല എന്താണ്, ധനാഠ്യനായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദവിന്ദ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഭഗവാനെ കാണാൻ വേണ്ടി പോയ വ്യക്തിയാണ് രഘുനാഥ ഗോസ്വാമി. അവരുടെയൊക്കെ കാരുണ്യം, അവരെല്ലാം ഭഗവാന്റെ സ്ഥിതി, അവരെല്ലാം ഈ സാക്ഷാൽ മദനമോഹനെയാണ് ആരാധിച്ചത് ഇവിടെ എടുത്ത് പറയുകയാണ്. വൃന്ദാവന ദാസേര പാദ പത്മകാരി ധ്യാന താന്റെ അജ്ഞാലയാലിക്കില യഹാദേ കല്യാണ വർത്തനം. ഞാൻ ശ്രീ
ശ്രീല വൃന്ദാവനദാസ ഠാക്കൂറിന്റെ പാദപത്മങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദം നേടുകയും അദ്ദേഹത്തിന്റെ ആജ്ഞ ലഭിക്കുന്നതിന് ശേഷം മംഗളകരമായി സാഹിത്യം രചിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? വൃന്ദാവനദാസ് ഠാക്കൂറാണ് ചൈതന്യ മംഗളം എഴുതിയത്. ആ മഹാഭക്തന്റെയും ശരണ ആശ്രയം നേടി അദ്ദേഹത്തിന്റെയും ബ്ലെസ്സിങ് അദ്ദേഹം വാങ്ങിച്ചു. ഇവിടെ ഭാവാർത്ഥ ശ്രീലകൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വൈഷ്ണവരിൽ നിന്നും മദനമോഹനിൽ നിന്നും മാത്രമല്ല ശ്രീ ചൈതന്യയുടെ വ്യാസദേവനായി അറിയപ്പെടുന്ന വൃന്ദാവന ഠാക്കൂറിന്റെ അനുമതി നേടുകയും ചെയ്തിരുന്നു. ചൈതന്യ മംഗളം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീമദ് ഭാഗവതം പോലെയാണ്. അത് വൃന്ദാവനദാസ് ഠാക്കൂറാണ്. മറ്റൊരു ഭക്തൻ കൃഷ്ണദാസ കവിരാജ മഹാഭക്തനായിരുന്നു. അദ്ദേഹം വ്യാസദേവന്റെ അതേ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടുകൂടി ഞാൻ എത്തിയതെന്നാണ് പറയുന്നത്. നമുക്ക് അതാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അതാണ് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ, ഭക്തി, അതാണ് നമ്മളിവിടെ കാണുന്നത്. ശ്ലോകം 82 ചൈതന്യ ലീലാദേ വ്യാസ വൃന്ദാവനദാസ തന്റെ കൃപാവിന അന്യന ഹയ പ്രകാശ. അങ്ങനെ ശ്രീ ചൈതന്യ ലീലയുടെ ആധികാരികനായ എഴുത്തുകാരൻ ശ്രീല വൃന്ദാവനദാസ് ഠാക്കൂറാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ കാരുണ്യമില്ലാതെ ഒരുവന് ഈ ലീലകൾ വർണ്ണിക്കാനാകും. എന്തുകൊണ്ടാണ് അദ്ദേഹം വൃന്ദാവനദാസ് ഠാക്കൂറിന്റെ കാരുണ്യം തേടിയത്? കാരണം അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യമില്ലാതെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഒരിക്കലും ആർക്കും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതും ഞാൻ പോയി നേടിയതെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മൂർഖനീച്ച ക്ഷുദ്രമയ വിഷയലലാസ വൈഷ്ണവാജ്ഞ ബലകരിയേന സഹാസ വർത്തന. ഞാൻ മൂഢനും ജന്മം കൊണ്ട് അധമനും നിസ്സാരനും സദാ വിഷയലോലുവനുമാണ്. എങ്കിലും വൈഷ്ണവരുടെ ആജ്ഞാബലത്താൽ ഞാനാണ് ഈ അതീന്ദ്രിയ സാഹിത്യം എഴുതാൻ ഉത്സാഹിക്കും. എന്നിട്ട് അവസാനം അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നതാണ് ഇത് സബ്ലൈം സബ്മിഷൻ എന്ന് പറയുന്നത്. ഇതാണ് സബ്ലൈം ആയിട്ടുള്ള സബ്മിഷനാണ് അവസാനം അദ്ദേഹം പറയുന്നത്. എന്താണ്? എനിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, ഞാൻ മൂർഖനാണ്. നോക്ക് അദ്ദേഹം പറയുന്നത്, മൂർഖ നീച്ച ക്ഷുദ്ര മുയി വിഷയ ലലാസ എന്ന് പറഞ്ഞാൽ ഞാൻ മൂഢനും ജന്മം കൊണ്ട് അധമനും നിസ്സാരനും സദാ വിഷയലോലുവനാണ്. എങ്കിലും വൈഷ്ണവരുടെ ആജ്ഞാബലത്താൽ ഞാൻ ഈ അതീന്ദ്രിയ സാഹിത്യം എഴുതാൻ ഉത്സാഹിക്കുന്നു. എനിക്ക് ബൈ ബർത്ത് ഐ ഡോണ്ട് ഹാവ് എനി ക്വാളിഫിക്കേഷൻ. പക്ഷേ ബൈ ദ മേഴ്സി ഓഫ് ഈ പറഞ്ഞിട്ടുള്ള ആചാര്യ പരമ്പര ഞാനിത് എഴുതാൻ, ഈ സബ്മിഷൻ ഞാനത് ചെയ്യാൻ ഞാൻ സെയിം മോട്ടിവേറ്റഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 84 ശ്രീരൂപ രഘുനാഥ ചരണ ഈ ബല എന്റെ സ്മൃതയ സിദ്ധഹായ വഞ്ചിത സകല വിവർത്തനം. ശ്രീ രൂപ ഗോസ്വാമിയുടെയും രഘുനാഥദാസ ഗോസ്വാമിയുടെയും പാദപത്മങ്ങളാണ് എൻ്റെ ശക്തിയുടെ പ്രഭവം. അവരുടെ പാദസ്മരണം സർവ വാഞ്ചിതങ്ങളും നിറവേറ്റും. അപ്പൊ അദ്ദേഹം അതിന്റെ അവസാനം പറയുന്നത് എന്താണ്? രഘുനാഥ ഭട്ട ഗോസ്വാമി, നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു പോലും അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ താമസിക്കുന്ന സ്ഥലത്ത്, അതായത് ചൈതന്യ ചരിതാമൃത 18 വർഷം രഘുനാഥ്പുരിയിലായിരുന്നു. ചൈതന്യ മഹാപ്രഭു അവിടെ താമസിക്കുന്ന സമയത്ത് ഈ രഘുനാഥ ഭട്ട ഗോസ്വാമി അവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ അവിടെ പോയി ചെന്നു. നടന്ന് അവിടെ പോയി ദിവസവും അവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കാണുമായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു രഘുനാഥ ഭട്ടദാസ്വാമി എന്തൊക്കെയാ ചെയ്യുന്നത് അദ്ദേഹം നോക്കുക. ഇദ്ദേഹം ജന്മിയുടെ പുത്രനാണ്. അച്ഛനാണെങ്കിൽ തൻ്റെ സെർവൻറ്റിലെ സ്വർണവും പൈസയും സ്വർണ്ണനാണയവും പൈസയും ഒക്കെ ചാക്ക് കണക്കിന് കെട്ടി കൊടുത്തിട്ടുണ്ട്. സ്വന്തം മകന്റെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നല്ല അക്കോമഡേഷൻ ഒക്കെ എടുക്കുന്നു. വീടെടുത്ത് നല്ല രീതി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അവിടെ കഴിയാൻ വേണ്ടി ചാക്ക് കണക്കിന് സ്വർണ്ണ നാണയവും അതുപോലെ അങ്ങനെയുള്ള ഭൗതിക സമ്പത്തൊക്കെ അയച്ചു കൊടുക്കും. പക്ഷെ ഈ രഘുനാഥ ഗോസ്വാമി എന്താ അവിടെ ചെയ്യുന്നത്? രഘുനാഥ്പുരിയിൽ പ്രസാദം കഴിച്ച് ഉച്ചിഷ്ട വിടുന്ന ഡസ്റ്റ്ബിന്നിൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയി ആ എച്ചിൽ പാത്രത്തിൽ ആൾക്കാർ കഴിച്ചിട്ട് ഉച്ചിഷ്ടത്തിൽ നിന്ന് എടുത്ത് ഉച്ചിഷ്ടം എടുത്ത് കഴിക്കുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു രാത്രി ചെന്ന് ചൈതന്യ രഘുനാഥ ഭട്ടദാസിന്റെ കൈപിടിച്ചിട്ട് പറയുന്നത്, എനിക്കൂടെ ആ മഹാപ്രസാദം എനിക്കൂടെ തരാനാകും.
രഘുനാഥ ഭട്ടദാസ ഗോസ്വാമിയുടെ കൈ പിടിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞത്? ആ മഹാപ്രസാദം എനിക്ക് തരാൻ. അതാണ് രഘുനാഥ ഭട്ട ഗോസ്വാമി. അതുകൊണ്ടാണ് ഇത് ആര് ഈ കൃഷ്ണദാസൻ ഗൗരവ പറയുന്നത് സി രൂപ ഗോസ്വാമിയുടെയും രഘുനാഥദാസ ഗോസ്വാമിയുടെയും പാദപത്മനാഭന്റെ ശക്തിയുടെ പ്രഭവം. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരുടെ അസോസിയേഷൻ, അവരുടെ ബ്ലെസ്സിങ്ങുമാണ് ഇതിന്റെയൊക്കെ ആധാര കാരണം എന്നാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്യാൻ. ഇത് ആൾ എന്താണ് സബ്ലൈൻ സബ്മിഷൻ ആണ് ഇത്. അത് എല്ലാവരുടെയും നമ്മുടെ ഏത് ഭക്തന്മാരുടെ അഭിലാഷം സഫലീകരിക്കുന്നതാണ് അവരുടെ ഈ എന്താണ് പാദപത്മങ്ങൾ എന്ന് പറഞ്ഞത്. ഭഗവാനെ പോലെ നമ്മൾ പറഞ്ഞത് മഹാപദം, ഭഗവാന്റെ ആ പാദം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മഹാപദത്തെ സേവിക്കുന്ന മഹാഭക്തരും ഭഗവാനെ പോലുള്ള ശക്തി അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃഷ്ണദാസ ഗോസ്വാമി എന്താണ് അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യമല്ല ചോദിക്കുന്നത്, അങ്ങനെയുള്ള മഹാപദത്തിനെ പറ്റി വർണ്ണിക്കാനുള്ള ആജ്ഞ അല്ലെ അവരുടെ അനുഗ്രഹം കിട്ടണമെന്നാണ് അവിടെ പറയുന്നത്. ശ്ലോകം 85 ഇത് അവസാന ശ്ലോകമാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ അങ്ങ് എടുത്തത്. ശ്രീരൂപ രഘുനാഥ പദയാര ആശ ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ. അങ്ങനെ ഇവരുടെ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരബന്ധങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യ സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടരുന്നു കൊണ്ട് ചൈതന്യ ചരിതാമൃതം പറഞ്ഞിരിക്കുന്നു. അവസാനം അദ്ദേഹം ചെയ്യുന്ന ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് സബ്ലൈം സബ്മിഷൻ. അപ്പം ഇവരുടെയൊക്കെ ആ തൃപ്പാദങ്ങൾ എന്താണ് പിന്തുടർന്നുകൊണ്ട് ഞാൻ ഈ കൃഷ്ണദാസൻ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന ദാസന്റെ ഈ മഹാഭക്തരുടെയൊക്കെ ദാസന്റെ ദാസാനുദാസ ആ ദാസൻ ഈ ചൈതന്യ ചരിതാമൃതം എന്നുള്ള ഈ മഹാഗ്രന്ഥം എഴുതാൻ ഞാൻ ഇവിടെ എന്താണ് ഞാനത് ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 8ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മൾ ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞ പൂർത്തീകരിക്കുന്നു എന്നുള്ള അധ്യായം ഇവിടെ സംഭരിക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഈ ചാപ്റ്റർ എന്തായി എന്ന് പറഞ്ഞ പ്രഭു? ലാസ്റ്റ് പ്രഭു, സോറി. ലാസ്റ്റ് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മഹാഭക്തരുടെ കാര്യം അവരുടെ വെഗ് ചെയ്തുകൊണ്ട് ആ സബ്ലൈൻ എന്താണ് സബ്മിഷനാണ്. അതോടുകൂടി ഇതോടെ ഉപസംഹരിക്കുക. ഹരി ആർക്കെങ്കിലും ഉണ്ടോ സംശയം? ഭക്തന്മാർക്ക് ആർക്കെങ്കിലും സംശയം ഇല്ലെങ്കിൽ മാതാജി ഉപസംഹരിച്ചാൽ ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്തു. ഹരേ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി.